ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ഇത് വളരെ ടേസ്റ്റാണ്. സദ്യേൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ ബീട്രൂട്ടാണ്. അത് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അധികം എടുക്കാം. ഞാനൊരു ചെറുത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഈ ബീട്രൂട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഇട്ടാൽ മതി. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതേപോലെ തന്നെ വെച്ച് വേവിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ജാർ എടുത്ത് കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് തേങ്ങ വേണ്ട. ഒരു 5 ടീസ്പൂണോളം തേങ്ങ മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം, അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണത്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകണ്ട. ഒരു പാകത്തിന്, ഒരു പച്ചടീൻ്റെ പാകത്തിനൊക്കെ അരഞ്ഞു കിട്ടിയാൽ മതി. ഇതേപോലെ ഇത്രയും മതി. ഞാൻ നൈസായിട്ടൊന്നും അരച്ചിട്ടില്ല. ഒരു ജസ്റ്റ് ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടി, അത്ര മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പച്ചടിയിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കട്ട തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 4-5 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ല പുളി ഉണ്ടെങ്കിൽ അധികം ഒഴിക്കേണ്ട. ചെറിയ പുളിയാണെങ്കിൽ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. ഈ സമയത്ത് ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കണം. ഉപ്പും പുളിയും കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പം എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പം ഞാനിതിലേക്ക് ഒരു പൊടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മുടെ പച്ചടി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ രുചികരമായ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.